മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് അവിടെ എത്തിയത്. മകൾ വീണയും മരുമകൻ മന്ത്രി റിയാസും ഭാര്യ കമലയും കൊച്ചുമകനും അവിടെ ഉണ്ടായിരുന്നു. അവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് വീണ വിജയനെ പ്രതി ചേർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചത്. എക്സാലോജിക് CMRL ഇടപാടിലെ SFIO കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ 11ാം പ്രതിയാണ്. ആകെ 13 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. CMRL MD ശശിധരൻ കർത്തയാണ് 1ാം പ്രതി. CMRLും എക്സാലോജിക്കും ഉൾപ്പെടെ 5 കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. SFIO കുറ്റപത്രത്തിൽ 114 രേഖകളും 72 സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട്. CMRL, എക്സാലോജിക്, നിപുണ ഇന്റർനാഷണൽ, സാവ്ജ ഇന്ത്യ, എംപവർ ഇന്ത്യ എന്നീ 5 കമ്പനികളെയാണ് SFIO പ്രതി ചേർത്തത്. കുറ്റപത്രം നൽകിയെന്ന SFIO ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എറണാകുളം പ്രത്യേക സെഷൻസ് കോടതിയിലാണ് നൽകിയതെന്നും SFIO അറിയിച്ചു. എന്നാൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചില്ല എന്ന് CMRL ഹൈക്കോടതിയിൽ വാദിച്ചു. കുറ്റപത്രം നൽകിയില്ല എന്നാണ് SFIO നൽകിയ ഉറപ്പെന്ന് CMRL പറഞ്ഞു. സെപ്റ്റംബർ 2-നാണ് വാക്കാൽ ഉറപ്പ് നൽകിയതെന്ന് CMRL വ്യക്തമാക്കി. ഏതായാലും 2 ഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ ഏപ്രിൽ 21-നായിരിക്കും ഹൈക്കോടതി തീരുമാനം പറയുക. ഏതായാലും നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ട് വീണയെ ഒരു ദൈവങ്ങളും തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞതുപോലെയായിരുന്നു. ഇതിനിടയിൽ വീണയും അമ്മ കമലയും തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത്. ഏപ്രിൽ 3-ാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തുവന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം. ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിലെന്നും രാജരാജേശ്വരൻ കോവിലെന്നും ഇതറിയപ്പെടുന്നു. എന്നാൽ ഈ ക്ഷേത്ര ദർശനം വീണയെ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, പണി വരാൻ പോകുന്നത് സ്വന്തം അച്ഛൻ തന്നെ എന്നുള്ളതാണ്. അതിനുള്ള കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തന്നെയാണ്. ഇതിനു മുൻപും ഈ ക്ഷേത്രം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഒരു ക്ഷേത്രവും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? തിരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുന്നതിനായി രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. എന്നാൽ രാഷ്ട്രീയക്കാർ പോലും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത, അല്ലെങ്കിൽ കുറഞ്ഞത് പ്രധാന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ക്ഷേത്രം ഇന്ത്യയിലുണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന 1000 വർഷത്തിലേറെ പഴക്കമുള്ള ശിവന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീ ബൃഹദീശ്വര ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലാണ് വീണ വിജയൻ എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് ചില നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ഈ വിശ്വാസം 1980-കളിൽ ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാഷ്ട്രീയക്കാർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കവാടത്തിലൂടെ അതിൽ പ്രവേശിക്കുകയും ചെയ്താൽ അധികാരമോ ജീവനോ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്തരം ഭയത്താൽ വേട്ടയാടുന്ന രാഷ്ട്രീയക്കാർ നഗരം സന്ദർശിക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ മുൻപ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നേരത്തെയും ഉണ്ടായിരുന്നു. അതായത് ഇന്ദിരാഗാന്ധി, MGR അടക്കമുള്ളവർ ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷമാണ് അവരുടെ പതനം സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. എന്തായാലും വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ED കടക്കുകയാണ്. 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട ഇത്തരം വിവാദങ്ങൾ, അല്ലെങ്കിൽ SFIO കുറ്റപത്രം തയ്യാറാക്കി അതിൽ വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ തോതിലാണ് വേട്ടയാടുന്നത്. കാരണം മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഒരാവർത്തി നിയമസഭയിൽ പറഞ്ഞ പിണറായി വിജയന് മകൾ പ്രതി ചേർക്കപ്പെടുകയും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റപത്രമാണ് SFIO തയ്യാറാക്കിയിരിക്കുന്നതും കൂടി അറിഞ്ഞതോടെ ഒരച്ഛനെന്ന നിലയിൽ ആകെ തകർന്നു പോയിരിക്കുകയാണ് പിണറായി വിജയൻ. പുതിയ ദേശീയ സെക്രട്ടറി MA ബേബി കൂടി രംഗത്തെത്തുന്നതോടുകൂടി പിണറായിയുടെ പതനം തുടങ്ങുകയാണ് എന്നാണ് പിണറായി സ്നേഹിതരും വിരുദ്ധരും അടക്കമുള്ളവർ പറയുന്നത്. നേരത്തെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിൽ വീണ വിജയൻ പെട്ടിരുന്നു. ആ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചെയ്യാത്ത സേവനത്തിന് 2.70 ലക്ഷം കോടി രൂപ വാങ്ങിയെന്ന
ഇത്തരം വിവാദങ്ങൾ ഉയരുന്നത്. എന്ത് സേവനത്തിനാണ് ശശിധരൻ കർത്തയിൽ നിന്ന് ഈ പണം വാങ്ങിയത് എന്നുള്ള ചോദ്യമാണ് ഒരാവർത്തി അന്വേഷണ സംഘങ്ങൾ മുഴുവൻ ചോദിക്കുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരം മാത്രമാണ് ഇതുവരെ നൽകാൻ വീണ വിജയൻ അടക്കമുള്ളവർ തയ്യാറാവാത്തത്. വീണ വിജയൻ എന്നതിനേക്കാൾ വീണ മുഹമ്മദ് റിയാസ് അതിന് തയ്യാറാകാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നതും. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കണ്ടകശനിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ തഞ്ചാവൂരിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാർ പോലും പോകാൻ ഭയക്കുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് വീണ ഏപ്രിൽ 3 SFIയുടെ കുറ്റപത്രം വന്ന് ഏപ്രിൽ 4 തീയതി ഏപ്രിൽ 3 കുറ്റപത്രം വന്ന് ഏപ്രിൽ 4 തീയതി ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നത്. ഈ ക്ഷേത്രം പല വിവാദങ്ങളിലും പെട്ട ക്ഷേത്രമെന്നാണ് പറയുന്നത്. അതായത് 1000 വർഷത്തിലേറെ പഴക്കമുള്ള ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വീണ വിജയൻ എത്തിയത് ചില നിഗൂഢതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിലേക്കാണെന്നാണ് പറയുന്നത്. 1980കളിൽ ഈ ക്ഷേത്രത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാരെങ്കിലും വരികയോ സന്ദർശിക്കുകയോ ചെയ്താൽ അധികാരമോ ജീവനോ നഷ്ടപ്പെടും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങൾ ശരിയാണ് എങ്കിൽ വീണ വിജയൻ ഭയപ്പെടുക തന്നെ വേണം എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. വീണയും അമ്മ കമലയും ക്ഷേത്രം സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് പ്രചരിച്ചത്. അതായത് തഞ്ചാവൂർ ബൊമ്മ വരെ വീണ വിജയനെയും കമല വിജയനെയും കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കുറി മാച്ച് സെൽഫി എടുക്കുന്ന വീണയുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലായി. ഇനി എന്താകും വീണ വിജയനെ കാത്തിരിക്കുന്ന വിധി എന്നത് മാത്രമാണ് അറിയാനുള്ളത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചില കമ്പനി ഇടപാടുകളും അബുദാബി കേന്ദ്രീകരിച്ചുള്ള ചില പണമിടപാടുകളുമൊക്കെയായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് EDയും കടക്കുകയാണ്. അങ്ങനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അത് ഏൽക്കുന്ന വലിയ നാണക്കേടാണ്. മകളെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പിണറായി വിജയന് കിട്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഹരമായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെയും ഇത്തരത്തിൽ കാനഡയിലൊക്കെ പേപ്പർ കടലാസ് കമ്പനികളുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ED കൃത്യമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസാണ്. അച്ഛൻ മുഖ്യമന്ത്രിയും. രണ്ട് ഭാഗത്തും സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിലും പെട്ടുപോയ അവസ്ഥയിലാണ് വീണ വിജയനെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ കയറിയ വീണയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ് എന്ന് കണ്ടു തന്നെ അറിയണം.